നമ്മുടെ നാട്ടിലെ ഈ സംഘികളും കൃസംഘികളും ഒക്കെ ചന്തി കൈയിട്ടാണെങ്കിലും വേണ്ടില്ല ജീവിതം ഒന്ന് മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ച് പോകുന്ന ഒരു രാജ്യമാണ് ഇപ്പം ഇസ്രായേൽ അല്ലേ. പണ്ടൊന്നും അത്ര ഉണ്ടായിരുന്നില്ല, ഇപ്പം ഭയങ്കരമായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ജോലി, ഇപ്പോൾ അവിടെ ചെന്ന് വർക്ക് ചെയ്യുന്ന 99.9% ആളുകളും അവിടുത്തെ ഇസ്രായേലി മക്കൾക്ക് എന്താ പറയുക, നോക്കാൻ പറ്റാത്ത അവരുടെ പാരൻസിനെ നോക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, അവർക്ക് എല്ലാം അവരുടെ A to Z കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അപ്പം അതിന് അവിടുത്തെ ആൾക്കാർക്ക് പറ്റാതെ വരുമ്പം അവരേറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് അവരുടെ കണ്ണിൽ വളരെ ദരിദ്രരായിട്ട് കാണുന്ന ഈ സംഘികളെയും കൃസംഘികളെയും ഒക്കെ അങ്ങോട്ട് വിളിച്ചു വരുത്തുക. കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാരെ ചെയ്തോളും എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അങ്ങോട്ട് പോകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണല്ലോ നമ്മൾ ഈ ഗൾഫിലോട്ട് പോകുന്ന ആളുകളെ അവിടെ പട്ടിപ്പണി എടുക്കുമെന്ന് പറഞ്ഞാലും അവിടെ ഈ ചന്തികണ പരിപാടി വളരെ കുറവാണ്. പൊതുവേ അറബികൾക്ക് പിന്നെയും ഈ പാരൻസിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുതലായിട്ട് അമ്മാതിരി പരിപാടി അല്ലാത്ത അവിടെ പോയിട്ട് ഇപ്പോൾ നമ്മൾ ഗൾഫിൽ പോയ ആളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏത് രീതിയിലാണ് ജോലി ചെയ്യുന്നത്, എന്താ പറയുക, എത്ര ബിസിനസ് ചെയ്യുന്നുണ്ട്, ഗൾഫിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സുകാർ ഇന്ത്യക്കാരാണെന്നൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞ് യൂറോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം ഏറ്റവും കൂടുതൽ പോകണം യൂറോപ്പിലോട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നഴ്സിംഗ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ IT പ്രൊഫഷൻസ്, അങ്ങനെ ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്. പിന്നെ അവിടുത്തെ ചെറിയതായിട്ടുള്ള പല ബിസിനസ്സുകൾ, ഇപ്പം പ്രത്യേകിച്ച് ചെറിയ സൂപ്പർ മാർക്കറ്റ്സ്, അതായത് ബിയർ പാർലേഴ്സ് ഒക്കെ ഒരുപാട് റൺ ചെയ്യുന്നത് നമ്മുടെ മലയാളികളാണ് ഈ യൂറോപ്പിലോട്ട് എടുത്തു കഴിഞ്ഞാൽ. ഇനി അതിൽ നിന്ന് മാറിയിട്ടാണ് ഈ പറഞ്ഞ ഇസ്രായേൽ വരുന്നത്. ഇസ്രായേലിലോട്ട് പോകുന്ന ആരും അവിടെ വേറെ വലിയ ജോലി ചെയ്യാനോ IT ജോലികൾ ചെയ്യാനോ അതല്ലെങ്കിൽ അവിടെ ബിസിനസ് തുടങ്ങാനോ ഒന്നുമല്ല, എന്താ അവർ സമ്മതിക്കാറില്ല. അവിടെ ആകെ അവർ കൊണ്ടുപോകുന്നത് ഇവിടുത്തെ കുറച്ച് പട്ടിണി പാവങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി അവരുടെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഈ കീണ പരിപാടി തന്നെ. അപ്പോൾ ഇതിനാണ് കൊണ്ടുപോകുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ, ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം നോക്കണം. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്. അതായത് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഒരു ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ OECD ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ദാരിദ്ര്യരേഖ ഉണ്ട്. അവ എടുത്തു കഴിഞ്ഞാൽ ഈ ഇസ്രായേലിൻ്റെ സ്ഥാനം 2ാം സ്ഥാനത്താണ്. അതായത് ഈ മൊത്തം 38 രാജ്യങ്ങളാണുള്ളത് ഡെവലപ്ഡ് കൺട്രീസ്. ഈ കൂട്ടത്തിലുള്ള ഏറ്റവും എന്താ പറയുക, ദാരിദ്ര്യം അക്കൂട്ടത്തിൽ ആ ആളുകളുടെ കൂട്ടത്തിൽ ദാരിദ്ര്യരേഖ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന 2ാമത്തെ രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം 20.7% ആളുകളാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ. അവരുടെ ദാരിദ്ര്യരേഖയ്ക്ക് നമ്മുടെ ദാരിദ്ര്യരേഖയ്ക്ക് ബെഞ്ച് മാർക്ക് രണ്ടാണ് കേട്ടോ. അവരുടെ ദാരിദ്ര്യരാന്ന് പറഞ്ഞാലും കുറേ കൂടെ ഒക്കെ പൈസ ഉള്ളവരാണ് അവിടെ ഉള്ളവർ. അപ്പം അവർ ഏകദേശം 20 ലക്ഷം ആളുകളാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നത് ഇസ്രായേലിൽ. അവിടുത്തെ കുട്ടികളുടെ ദാരിദ്ര്യരേഖ എന്നും പറഞ്ഞിട്ട് ഒരു കണക്ക് വെച്ച് കഴിഞ്ഞാൽ 28% വരെ അതിൽ അവിടെ പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സാമ്പത്തിക അടിത്തറ. പിന്നെ ലോകത്തെ 15ാമത്തെ റിച്ചസ്റ്റ് കൺട്രിയാണ് ഇസ്രായേൽ. അതിൽ വരുന്ന ഡിഫറൻസ് ആണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ അവിടുത്തെ ജീവിത ചെലവിനെ പറ്റി പറയുകയാണെങ്കിൽ യൂറോപ്പിനെ അപേക്ഷിച്ച് അമിത വാടകയാണ്, ഭയങ്കര വാടകയാണ് ഇസ്രായേലിൽ. നമ്മൾ യൂറോപ്യൻ കൺട്രീസിനെ അപേക്ഷിച്ച് നമ്മൾ പറയുന്നത് ലണ്ടനിലൊക്കെ ഭയങ്കര വാടകയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങൾ ന്യൂയോർക്കിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ വാടക എന്ന് പറയും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ വാടക കൊടുത്ത് ജീവിക്കേണ്ട ഒരു സ്ഥലമായിട്ട് ഇസ്രായേൽ മാറിയിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വില കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈ ആണ് കമ്പയർ ടു യൂറോപ്പ്. പിന്നെ ഗൾഫിനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട, ഗൾഫിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഗൾഫിലാണ് ഏറ്റവും സുഖമായിട്ട്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ വാങ്ങിക്കുന്നതിനേക്കാളും വില കുറഞ്ഞ് സാധനങ്ങൾ വാങ്ങിച്ച് ജീവിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ UAE അതുപോലെ ഖത്തറും സൗദിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. യൂറോപ്പിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഭയങ്കരമായിട്ട് ഹൈ ആയിട്ടുള്ള ഒരു ഇതാണ്. സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഇവിടുത്തെ ഈ വലിയ പണക്കാരല്ലാത്ത എല്ലാ ഇസ്രായേലികളും. നമുക്കറിയാം, നമ്മൾ ഒരുപാട് വീഡിയോസും ഒക്കെ ഇതിൻ്റെ ഇടയിൽ അത് കണ്ടിട്ടുമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവിടുത്തെ ആരോഗ്യരംഗം എടുക്കണം. ഏറ്റവും കൂടുതൽ അവിടെ ആരോഗ്യരംഗത്തിൽ നഴ്സുമാർ, നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ആൾ കെയർ ഗിവേഴ്സ്, കെയർ ടേക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ആരും നഴ്സുമാരല്ല കേട്ടോ. നമ്മൾ ഗൾഫിലോട്ട് പോകുമ്പോൾ നഴ്സുമാരായിട്ടാണ് പോകുന്നത്. അതല്ലെങ്കിൽ നമ്മൾ യൂറോപ്പിലോട്ട് പോകുമ്പോൾ അവർ അവിടുത്തെ രജിസ്റ്റേർഡ് നഴ്സാണ്. ഗൾഫിൽ പോകുമ്പോൾ അവിടെ RN ഇത് വേണം, അവർക്ക് ലൈസൻസ് വേണം. അതുപോലെ തന്നെ ഗൾഫിലോട്ട് പോകുമ്പോഴും രജിസ്റ്റേർഡ് നഴ്സാണ്. ഡോക്ടറോളം തുല്യം വരുന്ന സാലറിയും കിട്ടും. അതുപോലെ തന്നെ ഡോക്ടറെ കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ. അതേ സ്ഥാനം നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന കൃസംഘികളും മുസംഘികളും അങ്ങോട്ട് പോകുമ്പോൾ അവരവിടെ കെയർ ഗിവേഴ്സ് മാത്രമാണ്, നഴ്സിംഗിലോട്ട് അവർ പോകുന്നില്ല. കാരണം ഇവിടുത്തെ ആരോഗ്യരംഗം വളരെ പരിതാപകരമാണ് ഇസ്രായേലിൽ. കാരണം ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ക്ഷാമം ഭയങ്കര ഹൈ ആണ് ഇസ്രായേൽ. നമ്മൾ കുറേ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിൻ്റെ ക്ഷാമം വരുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ലോങ് ക്യൂകളാണ് ഓരോ മെഡിക്കൽ സെൻറ്റേഴ്സിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഡോക്ടേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സപ്പോർട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഏത് സമയത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ എത്ര ഡോക്ടേഴ്സ്, നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്ത്യയുടെ ഇത്. അതുപോലെ തന്നെ ഗൾഫിലോട്ട് നമുക്ക് കയറിച്ചല്ല, നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഉണ്ട്. പക്ഷേ പല യൂറോപ്യൻ കൺട്രീസിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്രായേലിലൊക്കെ ഒരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് എടുത്ത് കാണണമെങ്കിൽ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്യണം, ഒരുപാട് ദിവസങ്ങൾ കാത്തു നിൽക്കണം. അങ്ങനത്തെ ഒരു എമർജൻസി അല്ലാത്ത കണ്ടീഷൻസ്, അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞത്. അതായത് ആരോഗ്യ രംഗം വളരെ മോശമാണെന്ന് തന്നെ പറയുന്നുണ്ട് ആൾക്കാരോടത്ത്. അതുമാത്രമല്ല, ഈ ഡോക്ടർമാരുടെ ക്ഷാമവും ചികിത്സയ്ക്ക് നീണ്ട കാത്തിരിപ്പും ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയാക്കുന്ന പോലെ തന്നെ അവിടുത്തെ ഓൾഡ് സോഷ്യലിസ്റ്റ് പാർപ്പിട മാതൃകകളുണ്ട്.
അത് സ്വകാര്യവൽക്കരിക്കപ്പെട്ട അവിടുത്തെ ഗവൺമെന്റ് ഈ പണ്ടത്തെ അവിടുത്തെ ഈ സോഷ്യലിസ്റ്റ് എന്താ പറയുക പാർപ്പിട ഏറ്റവും ആ സമയത്ത് പണ്ട് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഇത്തരം സോഷ്യലിസ്റ്റ് പാർപ്പിട രംഗങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അത് സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മോദിജി നമ്മൾ ഇന്ത്യനെ വിറ്റുകൊണ്ടിരിക്കുന്നത്, അതുപോലെ അവിടെയും ഈ പറഞ്ഞ സ്വകാര്യവൽക്കരണം ഭയങ്കര ഹൈ ആയതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് തിങ്ങി പാർക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് അവിടെ വന്നിട്ടുണ്ട്. ജനങ്ങളുടെ ഒരു സ്വൈര്യ ജീവിതമൊക്കെ ഒരു സ്ഥലത്തോട്ട് തിങ്ങി പാർക്കേണ്ട ലെവലിലോട്ട് വരുന്ന, അതായത് പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിലോട്ട് അവർ അടിച്ചൊതുക്കപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ ഇസ്രായേലിൽ. അത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു ശൈലിയാണ്. അതിന് രണ്ട് തരം കാരണങ്ങളുണ്ട്. ഇസ്രായേലിൽ തന്നെ അവർ 3 തരത്തിൽ ഈ ജൂതന്മാരെ എന്താ പറയുക മാറ്റി വെച്ചിട്ടുണ്ട്. ഇസ്രായേലികളുടെ കൂട്ടത്തിൽ തന്നെ ജൂതന്മാരെ തന്നെ അവർ 3ആയിട്ടാണ് അവർ കാണുന്നത്. അത് വംശീയമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ ഉള്ള ഒരു ധ്രുവീകരണം, അല്ലെങ്കിൽ ഒരു നമ്മളവിടെ ദളിതനും ന്യൂനപക്ഷവും അല്ലെങ്കിൽ ബ്രാഹ്മണനും നായനും അല്ലെങ്കിൽ അതായത് സവർണിക് എന്താ പറയുക ബ്രാഹ്മണന്മാരും ഒക്കെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൽ അതിലേറ്റവും കൂടുതൽ ആധിപത്യം നമ്മളവിടുത്തെ ബ്രാഹ്മണന്മാരെന്ന് പണ്ട് പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ അഷ്കെനാസി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പാണ്. അവരാണ് അവിടെ ഏറ്റവും വലിയ അഠ്യന്മാരായിട്ട് അവരിതിനെ കണക്കാക്കപ്പെടുന്നത്. ഈ അഷ്കെനാസിയുടെ ആധിപത്യം യൂറോപ്യൻ വംശജരായിട്ടുള്ള അഷ്കെനാസികളാണ്. ജൂതന്മാരാണ് അവിടുത്തെ ഭരണവർഗത്തിൽ എപ്പോഴും വരാറുള്ളത്. എന്നാൽ തന്നെ അവിടുത്തെ രണ്ടാമത്തെ ഗ്രൂപ്പ് വരുന്നത് മിസ്രാഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അത് കഴിഞ്ഞിട്ട് സെഫാഡി എന്ന് പറഞ്ഞിട്ടുള്ള ജൂതന്മാരുണ്ട്. ഈ 2 വിഭാഗങ്ങൾ എപ്പോഴും വിവേചനം നേരിടുന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് പണം കൊണ്ടും ജാതി മേൽക്കോയ്മ കൊണ്ടൊക്കെ ഏറ്റവും താഴത്ത് ജീവിക്കുന്ന 2 ഗ്രൂപ്പാണ് ഈ പറഞ്ഞ സെഫാഡി അതുപോലെ മിസ്രാഹി എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 ഗ്രൂപ്പ്. ഇവർക്ക് കുറഞ്ഞ വേതനമുള്ള ജോലിയെ കൊടുക്കണം. നമ്മളിവിടെ പാവപ്പെട്ട എന്താ പറയുക ഈ ഇവർക്ക്, അതായത് നമ്മുടെ ദളിതർക്ക് കൊടുക്കുന്ന പോലെ ഇവർക്ക് എപ്പോഴും കുറഞ്ഞ വേതനത്തിലുള്ള ജോലി, ഇവരെ എപ്പോഴും ഒരു ഐസൊലേറ്റ് ചെയ്തിട്ട് ഇവരുടെ കൂട്ടാതെ വേറെ പാവപ്പെട്ട ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞ 20% ആൾക്കാർ ദരിദ്രരാന്ന് പറഞ്ഞ കൂട്ടത്തിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ഉള്ളത്. അവരെ മാറ്റി നിർത്തും. ഇത് രണ്ടാം ഇസ്രായേൽ, അതായത് അവിടെ 2 ടൈപ്പ് ഇസ്രായേലായിട്ടാണ് അവിടുത്തെ ആൾക്കാരെ കാണുന്നത്. അത് ഒന്ന് ഈ പാവപ്പെട്ടവരുടെ ഇസ്രായേലും ഒന്ന് പണക്കാരുടെ ഇസ്രായേലായിട്ടാണ് അവർ കാണുന്നത്. ഈ അഷ്കെനാസി അതുപോലെ തന്നെ ഇതര വിഭാഗങ്ങൾ തങ്ങൾ എന്താ പറയുക പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന തോന്നലിൽ കഴിയാൻ വേണ്ടിയിട്ടാണ് രണ്ടാം ഇസ്രായേൽ എന്ന് അവർ തന്നെ പേരിട്ട് വിളിച്ച് അവരെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നണം ഞങ്ങൾ 2ാം കിടക്കാരാണ് തോന്നാൻ വേണ്ടിയിട്ടാണ് അവർ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് അവിടുത്തെ അഷ്കെനാസി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ്. ഇനി അവിടുത്തെ മറ്റ് ജൂതന്മാർ, അപ്പോൾ ഇന്ത്യയിൽ കുറേ ജൂതന്മാരുണ്ട് അല്ലേ, കഴിഞ്ഞ ദിവസം കുറേ പേര് അങ്ങോട്ടൊക്കെ പോയി. ഇപ്പോൾ പോയ ആൾക്കാരൊക്കെ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് അവിടുത്തെ ഭയങ്കര ട്രീറ്റ് കിട്ടി ഈ അഷ്കെനാസിക്കാരെ കൂടെ കൂട്ടുന്നില്ല. അവരെ ഈ പറഞ്ഞ അവിടെ ജോലി ചെയ്യാനും അവിടുത്തെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ 2ാം ഇസ്രായേലിൻ്റെ കൂട്ടത്തിലോട്ട് കൊണ്ടിട്ടും അത്ര ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയിലുണ്ട്, അതുപോലെ തന്നെ എത്യോപ്യയിൽ ഒരുപാട് ജൂതന്മാരുണ്ട്. പിന്നെ അറബ് ജൂതന്മാർ കൊണ്ടല്ലേ, അറബ് വംശജരായിട്ടുള്ള ജൂതന്മാർ കുറേ പേരുണ്ട്, അല്ലെങ്കിൽ മിസ്സായിട്ടുള്ള ഇവരൊക്കെ എപ്പോഴും 2ാം കിടക്കാരായിട്ടാണ് ഈ സ്ഥലങ്ങളിൽ കാണുന്നത്. സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും എല്ലാം ഇവരെ 2ാം തരക്കാരായിട്ടാണ് ഈ 1ാം തരക്കാരായിട്ടുള്ള അഷ്കെനാസി ഇസ്രായേലീസ് കാണുന്നത്. ഇനി അവിടുത്തെ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ, അവിടുത്തെ രാഷ്ട്രീയ അവസ്ഥ നോക്കുകയാണെങ്കിൽ, രാഷ്ട്രീയ ഇടപെടലുകൾ കാരണം വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിന്നും ജുഡീഷ്യറിയിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥർ രാജിവെച്ചിട്ട് രാജ്യത്തെ ഭരണ സംവിധാനത്തെ ബാധിക്കുന്നു. അതായത് അവിടുത്തെ രാഷ്ട്രീയ ഇടപെടൽ നെതന്യാഹുവിനെ പോലത്തുള്ള ആൾക്കാരുടെ രാഷ്ട്രീയ ഇടപെടൽ കാരണം അവിടുത്തെ വലിയ തസ്തികകളായിട്ടുള്ള ഇപ്പം വിദ്യാഭ്യാസ മന്ത്രാലയം, എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിൽ നിന്നും അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ നിന്നും ഒരുപാട് ഉദ്യോഗസ്ഥർ റിസൈൻ ചെയ്ത് പോകുന്നുണ്ട്. കാരണം അവർ പറഞ്ഞ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾ പറഞ്ഞത് കേട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവിടെ എത്തിപ്പെട്ട ആളുകളൊക്കെ അവിടെ റിസൈൻ ചെയ്ത് പോയി. അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഈ ഭരണ സമ്മർദ്ദം മൂലം മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പോകാൻ പറ്റാത്തൊരവസ്ഥ അവിടെ ഉണ്ട്. അപ്പം അതെപ്പോഴും അവിടെ ഒരു രാഷ്ട്രീയ തകർച്ചയ്ക്ക് കാരണമാകുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുത്തെ ആളുകൾ, അല്ലെങ്കിൽ അവിടുത്തെ കറക്റ്റ് വ്ളോഗേഴ്സ് പറഞ്ഞിട്ടില്ല, അതിൻ്റെ അകത്തെ പല ന്യൂസുകളും കാര്യങ്ങളും വെച്ചിട്ട് ചെയ്തൊരു വീഡിയോ കേട്ടോ. ഇത് ഞാൻ അവിടെ പോയി നോക്കിയതല്ല, അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ യുദ്ധവും ബഡ്ജറ്റും, അത് എപ്പോഴും യുദ്ധമാണ്. നെതന്യാഹുവിനെ അവിടെ ഭരിച്ചു പോകണമെങ്കിൽ, തൻ്റെ വിചാരണക്ക് തന്നെ എടുക്കാണ്ടിരിക്കണമെങ്കിൽ എപ്പോഴും യുദ്ധവും കാര്യമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. പിന്നെ അത് മാത്രമല്ല, നെതന്യാഹു വരുന്നതിന് മുമ്പ് തന്നെ ഇറാനെ 40-40 വർഷത്തോളമായിട്ട് ഇറാൻ ഇപ്പം പൊട്ടിക്കും പറഞ്ഞ് ഏത് കാലവും യുദ്ധ ബഡ്ജറ്റ് ഇങ്ങനെ കൂട്ടി വരിക. അത് കട്ട് ചെയ്യുന്നത് ആരോഗ്യ ബഡ്ജറ്റിൽ നിന്നും അതുപോലെ തന്നെ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ ബഡ്ജറ്റിൽ നിന്നൊക്കെയാണ് ഈ എമൗണ്ട് കട്ട് ചെയ്തിട്ട് ഇതൊക്കെ പ്രതിരോധത്തിന് ഒരു മാറ്റി വെക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കണക്കെടുത്ത് പോയി കഴിഞ്ഞാൽ നെതന്യാഹു സർക്കാർ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ ഫണ്ട് വെട്ടിക്കുറച്ചിട്ട് പ്രതിരോധ മേഖലയ്ക്കായി ചെലവഴിക്കുന്നു. ഇത് ജനങ്ങളുടെ ജീവിത നിലവാരത്തിനെ ഇപ്പോൾ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. കാരണം ഈ എമൗണ്ട് ഇങ്ങനെ അവിടേക്ക് കിട്ടേണ്ടതിന് പകരം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്ത് വെറുതെ ഇറാനിലും ഗസയിലും ഒക്കെ എത്ര കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളിട്ട് പൊട്ടിച്ച് അവരെ ഇല്ലാണ്ടാക്കുമെന്ന് പറയാനല്ല, അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ. ഇറാനിലോട്ട് അവരെന്തൊക്കെ പറഞ്ഞിട്ട് ഇറാനിലോട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറേ അവരുടെ പൈസ ഇങ്ങനെ തീർന്നു, കുറേ ആൾക്കാർ അവിടെ ചത്തു, അത്ര അല്ലാണ്ട് വേറെ ഒന്നും അവിടെ നടന്നിട്ടില്ല. ഇനി
ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പം കുറേ ആൾക്കാർ ഈ ചെറിയ 15-16 വയസ്സ് കഴിഞ്ഞിട്ട് ഇവർ ഈ യുദ്ധം ചെയ്യാൻ പോകുമ്പം അവിടുത്തെ നിർബന്ധിത സൈനിക ഈ എന്താ പറയുക ജോലി ചെയ്യണം നിർബന്ധം ഉള്ളതുകൊണ്ട് ഈ പോകുന്ന ആളുകൾ അവിടെ പോയിട്ട് കൊന്ന് മാനസികമായിട്ട് ബോധമില്ലാണ്ടാണ് പല ആൾക്കാരും തിരിച്ച് ഇസ്രായേലിലോട്ട് വരുന്നത്. അത് നല്ല രീതിയിലുള്ള അതിൻ്റെ പ്രൊട്ടസ്റ്റ് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ 1-2 വീഡിയോ നമ്മൾ അതിന് മാത്രം ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നോക്കിയെങ്കിൽ മനസ്സിലാവും. അതവിടെ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ട്. സൂയിസൈഡ് ഭയങ്കര ഹൈ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പട്ടാളക്കാരുടെ കൂടെ സൂയിസൈഡ് വരുന്നത് ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളാണ്. യുദ്ധം ചെയ്ത് ആളുകളെ കൊന്ന് അത് കണ്ട് മാനസികമായി പോകുന്ന ഒരു വലിയ വിഭാഗം പട്ടാളക്കാർ ഇപ്പം ഇസ്രായേലിലുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ആളുകൾ പട്ടാളത്തിലോട്ട് ചേരാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. പിന്നെ അവിടെ നമ്മൾ ഈ പറഞ്ഞ ഈ ബ്രാഹ്മണിക്കൽ എന്നുദ്ദേശിച്ച പോലെ തന്നെ അവിടുത്തെ ഹൈ എൻഡ് ജൂതന്മാർ കുറേ പേരുണ്ട് അല്ലേ. അതായത് തീവ്ര ജൂയിഷം മനസ്സിൽ വെച്ച് നടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് എന്താ പറയുക അവരിതിൽ ചേരില്ല, അവർ മതപഠനവും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അവർ പട്ടാളത്തിൽ ചേരില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊട്ടസ്റ്റ് അത് വേറെ അവിടെ നടക്കുന്നുണ്ട്. ഇനി ഈ അവിടെ നിന്ന് രാജ്യം വിട്ടു പോകുന്ന ആൾക്കാരുടെ അളവ് വളരെ ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള രാജ്യം എന്നുള്ള വാഗ്ദാനം ഇസ്രായേൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവം കൊടുത്ത രാജ്യം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ നിൽക്കാൻ ഒരു രീതിയിൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരു വലിയ വിഭാഗം ജനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി, രാഷ്ട്രീയ അസ്ഥിരതാവസ്ഥ, യുദ്ധം, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ രാജ്യം വിട്ടു പോകുന്നവരുടെ എണ്ണം വളരെ ഹൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല വർദ്ധിച്ചു വരുന്ന തീവ്ര ദേശീയത അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഉള്ളടുത്ത് ആ കൂട്ടത്തിൽ അങ്ങനെ ജീവിച്ചു പോകാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ആളുകളും അവിടുന്ന് രാജ്യം വിട്ടു പോകാൻ ഇപ്പം ആഗ്രഹിക്കുന്നുണ്ട്, ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ. നമ്മൾ ഈ പലസ്തീനിൻ്റെയും അല്ലെങ്കിൽ ഇറാനിയൊക്കെ അവസ്ഥ നിങ്ങൾ നോക്കൂ എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ ഇന്റേണൽ അകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എബ്രഹാമിക് മതമായിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയിൽ എത്രത്തോളമാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ട് അല്ലേ. ലെബനോനിലൊക്കെ പോയിട്ട് അവിടുത്തെ ഈ യേശു ക്രിസ്തുവിൻ്റെ പ്രതിമ തകർത്തിട്ടും അല്ലെങ്കിൽ പള്ളിയിൽ കയറിയിട്ട് വേണ്ടാത്ത വർത്തമാനം പറഞ്ഞിട്ടും അങ്ങനെ അത് സ്ഥിരമായിട്ട് അവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഇപ്പം അവിടേക്ക് ചെല്ലുന്ന അല്ലെങ്കിൽ ഇസ്രായേലിലോട്ട് കാണാൻ പോകുന്ന ഈ ക്രിസ്ത്യൻ ആളുകളെ തന്നെ പച്ച തെറി വിളിച്ചിട്ട് അല്ലെങ്കിൽ അവരോട് വീട്ടിൽ തിരിച്ചു പോകും, നിങ്ങളവിടെ നിൽക്കരുതെന്നും പറഞ്ഞിട്ട് അവിടുത്തെ തീവ്ര മതചിന്തകർ ഇപ്പോൾ പറയുന്നതിൻ്റെ വീഡിയോസ് ഒരുപാടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കന്യാസ്ത്രീനെ പിന്നിന്ന് പോയി അടിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഇവിടെ നടക്കുന്ന അതേപോലെ തന്നെ ഇവിടെ എന്താ പരിപാടി, ഇവിടെ ഈ സംഘിക്കൂട്ടങ്ങൾ കന്യാസ്ത്രീകളെ അല്ലെങ്കിൽ പറഞ്ഞ പാസ്റ്റർമാർ ഏത് രീതിയിലാണ് അടിച്ചൊതുക്കുന്നത് അത് അതേപോലെ അവിടെയും നടക്കുന്നുണ്ട്. കന്യാസ്ത്രീകൾക്കും അല്ലെങ്കിൽ അവിടുത്തെ പാസ്റ്റർമാർക്കും ഫാദരിമാർക്കും ഒക്കെ നല്ല രീതിയിൽ അടി കിട്ടുന്നുണ്ട് ഇവന്മാരെ കൊണ്ട്. എന്തായാലും ക്രിസംഗികൾ എന്നാലും താങ്ങും. കാരണം ക്രിസംഗികൾക്ക് താങ്ങിയിട്ടില്ലെങ്കിൽ അവരുടെ അമേരിക്കൻ കഴിക്കണമെങ്കിൽ അപ്പി കഴിക്കണമെങ്കിൽ വേറെ രക്ഷയില്ല. അതുകൊണ്ട് അവന്മാർ താങ്ങും. അതല്ലാത്ത ആളുകൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട്. ഈ ജൂതന്മാരെ എന്തുകൊണ്ട് ആൾക്കാർ വെറുക്കുന്നു അല്ലെങ്കിൽ തീവ്ര ജൂയിസം മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ ബാക്കി ലോകത്തിനെ മൊത്തം വെറുത്ത് അവരാണ് ലോകം ഉണ്ടാക്കിയല്ല, അവർ മാത്രമാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് ചിന്തിച്ച് നടക്കുന്നവന്മാരാണ് അവന്മാർ. അപ്പം അവന്മാർ എത്ര വലിയ വിഷമാണെന്നുള്ളത് ആ ഒരൊറ്റ ചിന്താഗതി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സംഘികൾ ആദ്യം ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളെ അവിടെ നിന്ന് തുരത്തി വിടണം, അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യാനികളെ തുരത്തണം, അതാണ് അവരുടെ ഒരു അജണ്ട. നിങ്ങൾ അത് കാണുന്നുണ്ട്. അതേ അവസ്ഥ തന്നെ അവിടെ അറബ് ലോകം ഇല്ലാണ്ടാക്കണം, അറബികൾ ഇല്ലാണ്ടാവണം, അത് കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനിറ്റി ഇല്ലാണ്ടാവണം, ഞങ്ങൾ മാത്രം മതി ലോകത്തിൽ എന്നുള്ള ചിന്താഗതിയുള്ള ആളുകളാണ് അവിടെയുള്ള ഒരുവിധ ആൾക്കാർ. ഒരു 70% ആളുകൾ ആ ചിന്താഗതി നടക്കുന്നവരാണ്. അല്ലാത്ത 30% ആളുകളാണ് അവിടെ ദുരിതങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്നവർ. അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് തോന്നൽ വരുന്ന ആളുകൾ ഇപ്പോൾ ഒരുപാടുണ്ട്. ഇപ്പം ഇതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി ഇസ്രായേലി ഗവൺമെൻറ് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന എമൗണ്ട് വലുതാട്ടോ. അത് ലോകം മൊത്തം അവരത് ചിലവാക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ അവസ്ഥ പുറത്ത് വരാണ്ടിരിക്കാനും ഇസ്രായേൽ എന്തോ സംഭവമാണെന്ന് തോന്നിക്കാനും ബാക്കിൽ ഇങ്ങനെ കൊടി വെച്ച്, നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട് ഒരു കുറുക്കൻ, ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബാക്കിൽ ഒരു കൊടി വെച്ചിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ കൊടിയും വെച്ച് തലയെ തൊപ്പിവിട്ട് അവൻ ഇസ്രായേലികൾക്ക് എത്ര വേണമെങ്കിലും അവൻ സന്ധ്യയായി കൊടുക്കുന്ന പരിപാടി അവൻ കാണിക്കാറുണ്ട്. അങ്ങനത്തെ കുറേ പേരുണ്ട് ഫണ്ട് കിട്ടി, നല്ല രീതിയിൽ ഫണ്ട് കിട്ടിയിട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു വ്ളോഗ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു റീല് ചെയ്യാൻ $7,000 വരെ പൈസ ചിലവാക്കുന്നത്. അതായത് 6 ലക്ഷം 6-7 ലക്ഷം രൂപ വരെ ഇസ്രായേലി ഗവൺമെൻറ് ഇത്തരത്തിലുള്ള വ്ളോഗേഴ്സിന് കൊടുക്കുന്നുണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യാൻ. അത് ഈ പ്രത്യേകിച്ച് യുദ്ധ സാഹചര്യങ്ങളിൽ ഗസയിലെ വംശഹത്യ നടക്കുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത്രയും എമൗണ്ട് മുടക്കിയിട്ടുള്ള, അതായത് ഒരു കമ്പനിയുടെ പേര് നമ്മൾ അതും വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പഴയ വീഡിയോ അതിന് മാത്രം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, കമ്പനിയുടെ പേര് ഞാൻ മറന്നുപോയി. അവരുമായിട്ടുള്ളൊരു മീറ്റിംഗ്, നെതന്യാഹുവിൻ്റെ ഒരു മീറ്റിംഗ്, വ്ളോഗേഴ്സിന് എല്ലാവരും കൂടെ വിളിച്ചിട്ടൊരു മീറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ വ്ളോഗേഴ്സ് ഓരോ ദിവസം അവരെ ബൂസ്റ്റ് ചെയ്തിരുന്ന വീഡിയോസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവിടെ ഒരു കോമൺ ആയിട്ട് നടക്കുന്ന കാര്യം. നമ്മൾ ഈ നാട്ടിലെ പാവം ഈ ഗതിയില്ലാത്ത സംഘികളും ക്രിസംഘികളും ചന്തികൻ അങ്ങോട്ട് പോയി കിട്ടുന്ന പൈസ കണ്ട് മഞ്ഞളിച്ച് എന്തോ ആണെന്ന് തോന്നിപ്പിക്കാന്ന് മാത്രം. അവിടുത്തെ അതിൻ്റെ ഉള്ളിലെ അവസ്ഥയാണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഇസ്രായേലിലെ യഥാർത്ഥ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിലോ സെർച്ച് ചെയ്തൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ ഡീറ്റെയിൽസ് മൊത്തം അവിടെ പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരി, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കുറച്ച് ആളുകളെടുത്തോട്ട് ഈ വീഡിയോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.